ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെയാണ് മരണത്തിന് ശേഷം നമ്മളുടെയൊക്കെ അവസ്ഥ എങ്കിൽ അത് എത്രമാത്രം ഭയാനകരമായിരിക്കും. ഞാനിന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് മരണത്തെ പറ്റിയാണ്. ഇസ്ലാം മരണത്തെപ്പറ്റി എന്താണ് പറയുന്നത്, മരണത്തിന് ശേഷം നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, മരണത്തിന് ശേഷം നമ്മളുടെ അനുഭൂതികൾ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, ഈ വിഷയത്തിലുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരറിവും ചെറുതല്ലല്ലോ. ഒരുപക്ഷെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രീതിയിലാണ് നമ്മളുടെയൊക്കെ മരണമെങ്കിൽ, നമ്മളുടെയൊക്കെ മരണത്തിന് ശേഷമുള്ള നമ്മളുടെ അവസ്ഥയെങ്കിൽ നമ്മൾ എത്രമാത്രം അതിനെ നിഷേധിച്ചാലും, എത്രമാത്രം എനിക്കത് കേൾക്കാൻ ആഗ്രഹമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും, അതൊരു സത്യമാണ് എങ്കിൽ, അതൊരു സത്യമാകാനുള്ള 1% സാധ്യത ഉണ്ട് എങ്കിൽ നമുക്കതിലൂടെ കടന്നു പോകേണ്ടി വരും എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. 2 തലക്കെട്ടുകളാണ് ഈ വിഷയത്തിലുള്ളത്. ഒന്ന്, എന്താണ് മരണം. 2, മരണത്തിന് ശേഷം എന്താണ് നമ്മളുടെ അവസ്ഥ, എന്താണ് നമ്മളുടെ അനുഭൂതി. എന്താണ് മരണം എന്നത് ഇസ്ലാം വിശദീകരിക്കുന്നതിന് മുമ്പ് എന്താണ് ജീവിതം എന്നത് പെട്ടെന്ന് പറഞ്ഞു വരാം. ഇസ്ലാം മനുഷ്യനെ 2 അസ്തിത്വമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, പദാർത്ഥ അധിഷ്ഠിതമായ അവയവങ്ങളോട് കൂടിയ നമ്മളുടെ ശരീരമാണ് ഒന്നാമത്തെ അസ്തിത്വം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പദാർത്ഥാതീതമായ ആത്മാവ് എന്ന് പറയുന്ന ഒരു അസ്തിത്വമാണ്. ഈ 2 അസ്തിത്വങ്ങളുടെയും സമ്മേളനമാണ് മനുഷ്യൻ എന്ന് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നു. നമ്മളുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മളുടെ പിതാവിൽ നിന്നും പുറപ്പെട്ട ബീജമുണ്ടല്ലോ, ആ ബീജത്തിന് ജീവനുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മാതാവിൻ്റെ അണ്ടമുണ്ടല്ലോ, ആ അണ്ടത്തിനും ജീവനുണ്ട്. അങ്ങനെ ജീവനുള്ള ബീജവും ജീവനുള്ള അണ്ടവും കൂടിച്ചേർന്ന് ഒരു ജീവനുള്ള സിക്താണ്ഡമായി മാറുന്നു. എന്താണ് ജീവൻ എന്നത് ഇപ്പോഴും സയൻസിന് വിശദീകരിക്കാൻ സാധിക്കാത്ത, നമുക്കൊന്നും ഒരു ഉത്തരം ലഭിക്കാത്ത ഒരു പ്രതിഭാസമാണ് ജീവൻ എന്ന് പറയുന്നത്. എന്തായാലും ഈ പറയുന്ന ബീജത്തിന് ജീവനുണ്ട്, അണ്ടത്തിന് ജീവനുണ്ട്, അത് രണ്ടും കൂടിച്ചേർന്ന സിക്താണ്ഡത്തിന് ജീവനുണ്ട്. അങ്ങനെ അത് നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വളർന്ന് ഏതാനും ദിവസങ്ങൾ എത്തുന്ന സമയത്ത് ആ ഒരു ശരീരത്തിലേക്ക്, ആ ഒരു ഇറച്ചിക്കട്ടയിലേക്ക് സമ്മേളിക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു പദാർത്ഥാതീതമായ ഒരു അസ്തിത്വമാണ് ആത്മാവ് എന്ന് പറയുന്നത് എന്ന് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നു. അങ്ങനെ ജീവനുള്ള ആ ഇറച്ചിക്കട്ടയിലേക്ക് പ്രവേശിച്ച് ആ ആത്മാവ് 2 അവസ്ഥകളിൽ ഈ ശരീരവുമായി കൊണ്ട് വിട പറയുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് 39-ാമത്തെ അധ്യായം അസ്സുമർ അതിലെ 42-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: മരണവേളയിൽ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നത് അള്ളാഹുവാണ്. ഇനിയും മരിച്ചിട്ടില്ലാത്തവരുടെ ആത്മാവിനെ അവരുടെ ഉറക്കത്തിൽ പിടിച്ചു വെക്കുന്നതും അവൻ തന്നെ. അങ്ങനെ താൻ മരണം വിധിച്ച ആത്മാക്കളെ അവൻ പിടിച്ചു വെക്കുന്നു. മറ്റുള്ളവയെ ഒരു നിശ്ചിത കാലാവധി വരെ അവൻ തിരിച്ചയക്കുന്നു. ചിന്തിക്കുന്ന ജനത്തിന് തീർച്ചയായും ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അഥവാ 2 അവസ്ഥകളിലാണ് ജീവനുള്ള ഈ ശരീരവുമായി കൊണ്ട് ആത്മാവ് വിട പറയുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മളുടെ ഉറക്കത്തിൻ്റെ സമയത്താണ്. ആ ഉറക്കത്തിൻ്റെ സമയത്ത് ഈ ആത്മാവ് നമ്മളിൽ നിന്നും വിട പറയുന്നുണ്ട്. ആ ആത്മാവിനെ പടച്ചതമ്പുരാൻ പിടിച്ചു വെക്കുന്നു എന്നാ പറയുന്നത്. അത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ ഒരുപക്ഷെ നമ്മുടെ അറിവ് പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ നമുക്കതറിയില്ല എന്താണ് അതിൻ്റെ സ്വഭാവമെന്ന്. എന്തായാലും ഉറക്കത്തിൻ്റെ സമയത്ത് ആത്മാവ് നമ്മളിൽ നിന്നും വിട പറയുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരണവേളയിലും ഈ ആത്മാവിനെ പടച്ചതമ്പുരാൻ പിടിച്ചു വെക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ 2 അവസ്ഥകളിൽ നമ്മുടെ ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു തആല പിടിച്ചു വെക്കുന്നുണ്ട്. അത് ഒന്ന് മരണത്തിൻ്റെ വേളയിലാണ്, 2 നമ്മുടെ ഉറക്കത്തിൻ്റെ വേളയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, മരണം എന്ന് പറയുന്നത് വലിയ ഉറക്കമാണ്. അദ്ദേഹം പറഞ്ഞു, ഉറക്കം എന്ന് പറയുന്നത് ചെറിയ മരണമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പറയണേ എന്ന് നമ്മളോട് പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമും ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഉറങ്ങുന്നത്: അല്ലാഹുവേ, ഞാൻ നിന്റെ നാമത്തിൽ ജീവിക്കുന്നു, നിന്റെ നാമത്തിൽ മരിക്കുന്നു, നിന്റെ നാമത്തിൽ മരിക്കാൻ പോകുകയാണ്. അഥവാ ഉറക്കം എന്ന് പറയുന്നത് ചെറിയ മരണം എന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ പറയുകയാണ്: അല്ലാഹുവേ, ഞാൻ നിന്റെ നാമത്തിൽ ജീവിക്കുന്നു, നിന്റെ നാമത്തിൽ മരിക്കുന്നു. തുടർന്ന് നമ്മുടെ ഉറക്കത്തിന് ശേഷം നമ്മൾ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ ഓരോ മുസ്ലിമും പറയുന്നത്: ഇത്രയും നേരം എന്നെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ മുസ്ലിമും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നു, എൻ്റെ ഒരു ചെറിയ മരണമാണ് ഇപ്പോൾ എനിക്ക് കടന്നുപോയത്. നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത്, നമ്മുടെ ശരീരം നിശ്ചലമാകുന്ന സമയത്തും ഈ പറയുന്ന പോലെ തന്നെ ആത്മാവ് വിട പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉറക്ക സമയത്ത് എന്താണോ സംഭവിച്ചത് അത്തരത്തിലായിരിക്കും നമ്മുടെ മരണസമയത്തും സംഭവിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നീട് നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ശരീരം ജീർണിച്ച് ഇല്ലാതാകുന്നുണ്ട്.
ഒരുപക്ഷെ അത് അഗ്നിക്ക് ഇരയായിക്കൊണ്ടോ അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്നുകൊണ്ടോ നമ്മുടെ ശരീരം ഇല്ലാതാകുന്നുണ്ട്. പക്ഷേ ആ മരണത്തിൻ്റെ സമയത്ത്, നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ജീവൻ നഷ്ടപ്പെട്ട സമയത്ത് നമ്മുടെ ശരീരത്തോട് വിട പറഞ്ഞ ആത്മാവ് അപ്പോഴും നിലനിൽക്കുന്ന ഒരു അസ്തിത്വമാണ്. പിന്നീട് ഇസ്ലാം ഒരു പുനർജീവിതത്തെപ്പറ്റി നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരോട് പറയുന്നത്, നിങ്ങളെ ഒന്നും കളിതമാശയായിക്കൊണ്ടല്ല ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു മരണത്തോടുകൂടി ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ടല്ല നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. മരണം എന്ന് പറയുന്നത് നിങ്ങളുടെ അവസാനമല്ല, നിങ്ങൾക്കൊരു പുനർജീവിതമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പുനർജീവിപ്പിക്കപ്പെടുന്ന സമയത്ത് ജീർണിച്ചു പോയ നമ്മുടെ ശരീരമുണ്ടല്ലോ, അഗ്നിക്കിരയായി നശിച്ചു പോയ നമ്മുടെ ശരീരമുണ്ടല്ലോ, അത് വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുമെന്ന് ഇസ്ലാം നമ്മളോട് പറയുകയാണ്. അങ്ങനെ ആ ശരീരം വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുന്ന സമയത്ത്, നമ്മുടെ മരണത്തിൻ്റെ സമയത്ത് നമ്മളോട് ഈ ശരീരത്തോട് വിട പറഞ്ഞ ആത്മാവ് വീണ്ടും ഈ ശരീരവുമായി കൊണ്ട് സമ്മേളിക്കും എന്നാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാലഘട്ടത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം നിശ്ചലമാകുന്ന, ആ ശരീരത്തോട് ആത്മാവ് വിട പറയുന്ന നമ്മുടെ മരണമാകുന്ന ഒരു കാലഘട്ടം മുതൽ നമ്മൾ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരെ, അഥവാ നമ്മളുടെ മരണം മുതൽ നമ്മുടെ പുനർജീവിതം വരെയുള്ള ഒരു നീണ്ട കാലഘട്ടം. ആ നീണ്ട കാലഘട്ടത്തെ ഇസ്ലാം ബർസഖിയായ കാലഘട്ടം എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഈ ബർസഖിയായ കാലഘട്ടം, അഥവാ നമ്മുടെ മരണം മുതൽ നമ്മളുടെ പുനർജീവിതം വരെയുള്ള ഈ ഒരു കാലഘട്ടം, അത് എങ്ങനെയാണ് കടന്നു പോകുന്നത്, എന്തായിരിക്കും ആ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ അവസ്ഥ, അതിനെപ്പറ്റിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നു. സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായം, സൂറത്തുൽ ബഖറയിലെ 259-ാമത്തെ വചനത്തിൽ ഒരു ഉദാഹരണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. ഒരു വ്യക്തി പറയുകയാണ്, നിർജീവമായി കഴിഞ്ഞ ശേഷം ഇതിനെ അള്ളാഹു എങ്ങനെ ജീവിപ്പിക്കാനാണ്? അപ്പോൾ അള്ളാഹു അയാളെ 100 കൊല്ലം ജീവനറ്റ നിലയിലാക്കി, പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അള്ളാഹു ചോദിച്ചു, നീ എത്ര കാലം ഇങ്ങനെ കഴിച്ചു കൂട്ടി? അയാൾ പറഞ്ഞു, ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഏതാനും ഭാഗം. അള്ളാഹു പറഞ്ഞു, അല്ല, നീ 100 കൊല്ലം ഇങ്ങനെ കഴിച്ചു കൂട്ടിയിരിക്കുന്നു. അഥവാ നമ്മുടെ ആ ബർസഖിയായ കാലഘട്ടമുണ്ടല്ലോ, നമ്മളുടെ മരണം മുതൽ നമ്മൾ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുന്ന ആ ഒരു കാലഘട്ടം, ആ ബർസഖിയായ കാലഘട്ടം, ആ കാലഘട്ടം നമുക്ക് അനുഭവപ്പെടുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമായിട്ടാണ് നമ്മൾക്ക് അനുഭവപ്പെടുക എന്നാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. മറ്റൊരു അധ്യായത്തിൽ, വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്തുൽ യാസീനിലെ 52-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ പറയും, നമ്മുടെ നാശമേ, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മളെ ഉണർത്തി എഴുന്നേൽപ്പിച്ചത് ആരാണ്? ഇത് ആ കാരുണികൻ വാഗ്ദാനം ചെയ്തതാണല്ലോ. ദൈവദൂതന്മാർ പറഞ്ഞത് സത്യം തന്നെ. അഥവാ മരിച്ചതിന് ശേഷം വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുന്ന സമയത്ത് ആ പുനർജീവിപ്പിച്ച് എഴുന്നേൽക്കുന്ന ആളുകൾ പറയുന്നതായിക്കൊണ്ട് ഖുർആൻ പറയുകയാണ്, എന്നെ ആരാണ് ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. ഞാൻ ഇതുവരെ മരിച്ചു കിടക്കുകയായിരുന്നു എന്നത് അവർ മറന്നുപോയിരിക്കുന്നു. ഇത്രയും നേരം ഞാൻ ഏതോ ഒരു ഗാഢനിദ്രയിലായിരുന്നു എന്ന ഒരു ചിന്തയിലാണ് ഓരോ മനുഷ്യരും പുനർജീവിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയുകയാണ്, ആരാണ് എന്നെ ഈ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചത്? പിന്നീട് അവർ കാണുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് അവർ തന്നെ സ്വയം പറയുന്നതായിക്കൊണ്ട് ഖുർആൻ പറയുന്നത്, അപ്പോൾ ഈ പറയുന്ന പ്രവാചകന്മാരൊക്കെ നമ്മളോട് പറഞ്ഞത് സത്യമായിരുന്നല്ലേ? അഥവാ നിങ്ങൾക്കൊരു പുനർജീവിതമുണ്ട് എന്ന് നമ്മളോട് പഠിപ്പിച്ചത് അതൊരു യാഥാർത്ഥ്യമായിരുന്നല്ലേ എന്ന ഒരു ആത്മവിചിന്തനത്തോട് കൂടിയിട്ടായിരിക്കും ഓരോ മനുഷ്യരും പുനർജീവിപ്പിക്കപ്പെടുക എന്ന് ഈ പറയുന്ന വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടം, ബർസഖിയായ കാലഘട്ടമുണ്ടല്ലോ, മരണം മുതൽ പുനർജീവിതം വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രമുള്ളൊരു കാലഘട്ടമാണ്. ഇന്നിപ്പോൾ മരണമടയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ പുനർജീവിതം എന്ന് പറയുന്നത്, അവൻ്റെ പരലോകം എന്ന് പറയുന്നത് ഏതാനും മണിക്കൂറുകൾക്കപ്പുറമുള്ള ഒരു ലോകം മാത്രമേ ഉള്ളൂ. കാരണം അവൻ്റെ അനുഭൂതിയിൽ അങ്ങനെയാണ് അവനിക്ക് അനുഭവപ്പെടുക. ഒരുപക്ഷെ അവൻ മരിച്ചിട്ട് 1000-ഓ 10,000-കണക്കിനോ വർഷങ്ങളായിട്ടുണ്ടാകാം. പക്ഷേ അവൻ്റെ അനുഭവ സത്യം എന്ന് പറയുന്നത്, അവൻ്റെ അനുഭൂതി എന്ന് പറയുന്നത് ഏതാനും മണിക്കൂറുകളുടെ അനുഭൂതി മാത്രമായിരിക്കും അവനിക്കുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പരലോകം എന്ന് പറയുന്നത് ഏതോ ഒരു കാലത്തുള്ളതല്ല, ഏതാനും മണിക്കൂറുകൾക്കപ്പുറമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. നമുക്കറിയാമല്ലോ, നമ്മളുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഒരു വ്യക്തി ദുബായിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കുക. കൊച്ചിയിൽ നിന്നും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഉടൻ തന്നെ അദ്ദേഹം ഒരു ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നും വിചാരിക്കുക. പിന്നീട് അദ്ദേഹം ഉറക്കം ഉണരുന്നത് ദുബായിൽ ഫ്ലൈറ്റ് എത്തി ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്തുള്ള ഫ്ലൈറ്റിലെ അനൗൺസ്മെൻറ്റ് കേട്ടിട്ടാണ് ഇദ്ദേഹം ഉണരുന്നത്. ഏകദേശം 4.5 മണിക്കൂർ നീണ്ട ഇദ്ദേഹത്തിൻ്റെ വിമാനയാത്രയിൽ ഇദ്ദേഹത്തിന് ഈ 4.5 മണിക്കൂർ ഇദ്ദേഹത്തിന് അനുഭവപ്പെടില്ല. ഇദ്ദേഹത്തിന് അനുഭവപ്പെടുക ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണല്ലോ ഞാൻ ഫ്ലൈറ്റിൽ കയറിയത്, ഇപ്പോൾ ദാ കണ്ണു തുറന്ന സമയത്ത് ദാ വിമാനം ദുബായിക്ക് മുകളിൽ എത്തിയിരിക്കുന്നു എന്ന ഒരു അനുഭൂതിയായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകുക.
അതേ അവസ്ഥയായിരിക്കും മരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉണ്ടാകുക എന്നാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. അഥവാ നിങ്ങൾ മരിച്ചിട്ട് ഒരുപക്ഷെ ഏതാനും വർഷങ്ങളായി കാണും, ആയിരക്കണക്കിനോ കണക്കിനോ വർഷങ്ങളായി കാണും. പക്ഷേ നിങ്ങളുടെ അനുഭൂതി എന്ന് പറയുന്നത് ഏതാനും മണിക്കൂറുകളെ ഞാൻ ആയിട്ടുള്ളൂ മരിച്ചിട്ട്. അതും മരിച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ മറന്നു കളയും. നിങ്ങൾ വിചാരിക്കുക ഞാനൊരു ഗാഠനിദ്രയിലായിരുന്നു, ആ ഒരു അനുഭൂതിയിലായിരിക്കും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഇനി ഈ കാലദൈർഘ്യമുണ്ടല്ലോ, ഈ പറയുന്ന മരിച്ചത് മുതൽ നമ്മൾ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുന്നവരെയുള്ള കാലദൈർഘ്യത്തിലെ നമ്മളുടെ അനുഭൂതികൾ എന്തൊക്കെയായിരിക്കും എന്നതൊന്ന് പരിശോധിച്ച് വരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഉറക്കം എന്ന് പറയുന്നത് ഒരു ചെറിയ മരണമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഉറക്കത്തിൻ്റെ സമയത്ത് ആത്മാവ് നമ്മളോട് വിട ചൊല്ലുന്നുണ്ട്. അപ്പോൾ ആ ഉറക്കത്തിൻ്റെ സമയത്ത് നമ്മളുടെ അനുഭൂതികൾ എന്തൊക്കെയാണ്? അത് നിങ്ങളോട് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. നമ്മളുടെയൊക്കെ അനുഭൂതികളാണ്, നമ്മളുടെയൊക്കെ അനുഭവമാണ്. എന്താണ് ഉറക്കത്തിൽ എൻ്റെ അനുഭൂതി എന്ന് പറയുന്നത്? ഉറക്കത്തിൻ്റെ സമയത്ത് നമ്മൾ പല കാഴ്ചകളിലേക്കും കടന്നു പോകുന്നുണ്ട്. പലതും നമ്മൾ കാണുന്നുണ്ട്, പല സൗന്ദര്യങ്ങളും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, പലതും നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പല അനുഭൂതികളിലൂടെയാണ് നമ്മളുടെ ഉറക്കത്തിൻ്റെ സമയത്ത് നമ്മൾ കടന്നു പോകുന്നത്. അത്തരത്തിൽ തന്നെയാണ് മരണത്തിന് ശേഷവുമുള്ള നമ്മളുടെ അനുഭൂതി എന്ന് പറയുന്നത്. ഇനി ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ പിതാവ് അല്പം സീരിയസ് ആയിക്കൊണ്ട് ആസ്റ്റർ മെഡിസിറ്റിയിൽ കിടക്കുകയാണ്. മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്നാണ് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നേരെ ICUയിലേക്ക് കയറ്റുകയായിരുന്നു. ഞങ്ങൾക്ക് റൂമൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി കഴിച്ചു കൂട്ടുന്നതിന് വേറെ റൂമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആസ്റ്റർ മെഡിസിറ്റിയുടെ അകത്ത് തന്നെയുള്ള ഒരു ഹോട്ടലുണ്ട്, അവിടെ നമുക്ക് റൂം എടുക്കാൻ സാധിക്കും. അങ്ങനെ ആ റൂം എടുത്തുകൊണ്ട് ഞാനും എൻ്റെ 2 അനുജന്മാരും ആ ഹോട്ടൽ റൂമിൽ ഒരു കട്ടിലിൽ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഉറക്കത്തിലേക്ക് പ്രവേശിച്ച് ഗാഠനിദ്രയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. ഞങ്ങളുടെ ഹോട്ടൽ റൂമിൻ്റെ ഡോറ് 2 രൂപങ്ങൾ വന്ന് തുറക്കുകയാണ്. ഭയപ്പെടുത്തുന്ന 2 രൂപങ്ങൾ. ആ 2 രൂപങ്ങൾ ഞങ്ങളുടെ ആ റൂമിൻ്റെ വാതിൽ തുറക്കുകയും പിന്നീട് അകത്ത് പ്രവേശിച്ചതിന് ശേഷം ആ റൂം കൊട്ടിയടക്കുകയുമാണ് ചെയ്യുന്നത്. അവർ ആ ഭയപ്പെടുത്തുന്ന 2 രൂപങ്ങൾ എൻ്റെ അടുത്തേക്കാണ് നടന്നു വരുന്നത്. അങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്നതിന് ശേഷം ആ ഭയപ്പെടുത്തുന്ന ആ രൂപങ്ങളിലെ ഒരു രൂപം എൻ്റെ ശരീരത്തിൽ കയറി പിടിക്കുകയും എൻ്റെ കൈകളിൽ ഇറക്കി പിടിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് 2ാമത്തെ രൂപം എൻ്റെ കഴുത്തിൽ ഇറക്കി പിടിക്കുകയാണ്. ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. ആ ഭയത്തിൽ നിന്നും ഞാൻ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ആ ശബ്ദം കേട്ടുകൊണ്ട് എൻ്റെ 2 അനുജന്മാരും ഉറക്കമുണരുകയും അവർ എന്നെ കുലുക്കി വിളിക്കുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചത്, എന്താണ്, ഉണരൂ എന്ന് പറഞ്ഞ് എന്നെ കുലുക്കി വിളിക്കുകയുമാണ്. അങ്ങനെ ഞാൻ ഉണർന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു സ്വപ്നമായിരുന്നു എന്ന്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ എൻ്റെ ഈ അനുഭവം ഉണ്ടല്ലോ, അത് എൻ്റേത് മാത്രമായിട്ടുള്ള അനുഭവമല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇതിന് സമാനമായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള പല അനുഭവങ്ങളും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങളുടെ ആ ഉറക്കത്തിൻ്റെ സമയത്ത്, അഥവാ ചെറിയ മരണമാകുന്ന ആ ഉറക്കത്തിൻ്റെ സമയത്ത് ഇത്തരം അനുഭൂതികളിലൂടെയാണ് നിങ്ങളും കടന്നു പോയിട്ടുണ്ടാകുക. അതേ ഒരു അനുഭൂതികളിലൂടെയായിരിക്കും മരണത്തിന് ശേഷവും നമ്മൾ കടന്നു പോകുക. ഉറക്കത്തിൻ്റെ സമയത്ത് നമ്മളുടെ ശരീരം നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഭയപ്പെടുത്തുന്ന കാഴ്ച എൻ്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ശരീരം അതിനോട് പ്രതികരിക്കുകയും അല്ലെങ്കിൽ ഞാൻ ശബ്ദമുണ്ടാക്കുകയും ആ ശബ്ദം കേട്ടുകൊണ്ട് എൻ്റെ അനുജന്മാർ എന്നെ സഹായിക്കാൻ വേണ്ടി ഓടി വരികയും ഒക്കെ ചെയ്തത് എൻ്റെ ഉറക്കത്തിൻ്റെ സമയമായതുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ മരണത്തിൻ്റെ സമയത്താണെങ്കിൽ മരണത്തോടുകൂടി എൻ്റെ ശരീരത്തിൻ്റെ ജീവൻ ഇല്ലാതാകുകയും എൻ്റെ ശരീരം നശിച്ചു പോകുകയോ അല്ലെങ്കിൽ ശരീരം കത്തിച്ചു കളയുകയോ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിലനിൽക്കുന്നത് എൻ്റെ ആത്മാവ് മാത്രമാണ്. ഇത്തരം കാഴ്ചകളിലൂടെയാണ് എൻ്റെ മരണത്തിന് ശേഷം ഞാൻ കടന്നു പോകുന്നതെങ്കിൽ, അഥവാ എന്നെ ഭയപ്പെടുത്തുന്ന, എന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്ന ഇത്തരം കാഴ്ചകളിലൂടെയാണ് എൻ്റെ മരണത്തിന് ശേഷം ഞാൻ കടന്നു പോകുന്നതെങ്കിൽ അവിടെ പ്രതികരിക്കുന്നതിന് വേണ്ടി എൻ്റെ ശരീരം എന്നോടൊപ്പമില്ല. അവിടെ എന്നെ ഒന്ന് സഹായിക്കുന്നതിന് വേണ്ടി എൻ്റെ അനുജന്മാരോ എൻ്റെ കൂട്ടുകാരന്മാരോ എൻ്റെ കുടുംബക്കാരോ അവിടെയില്ല. ഇത്തരം കാഴ്ചകൾ എൻ്റെ മുന്നിലേക്ക് വന്നാൽ ഞാനത് അനുഭവിച്ചേ പറ്റൂ. എൻ്റെ മരണം മുതൽ എൻ്റെ മരണാനന്തരം എൻ്റെ ജീവിതം വരെ, എൻ്റെ പുനർജീവിതം വരെ ഇത്തരം കാഴ്ചകളാണ് ഞാൻ കാണുന്നതെങ്കിൽ ആ കാഴ്ചകളുടെ ഭയപ്പാടിലൂടെ ആയിരിക്കും ഞാൻ കടന്നു പോകുക. അഥവാ ഞാനിപ്പോൾ കാണുന്നത് സുന്ദരമായ കാഴ്ചകളാണെങ്കിൽ, ഞാനിപ്പോൾ കാണുന്നത് എന്നെ ആഹ്ലാദിപ്പിക്കുന്ന, എനിക്ക് വല്ലാത്ത അനുഭൂതികൾ ഉണ്ടാക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ് ഈ പറയുന്ന മരണത്തിന് ശേഷം ഞാൻ കാണുന്നതെങ്കിൽ ആ ജീവിതം വല്ലാത്ത സൗന്ദര്യമുള്ളൊരു ജീവിതമായിരിക്കും ഈ പറയുന്ന ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഭയാനകരമായ
അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭയാനകരമായ കാഴ്ചകളാണ് ഞാൻ കാണുന്നതെങ്കിൽ അത് എത്രമാത്രം പേടിപ്പെടുത്തുന്ന, എത്രമാത്രം ഭയാനകരമായ ജീവിതമായിരിക്കും, ഭയാനകരമായ ഒരു കാലദൈർഘ്യമായിരിക്കും അത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് ഇതായിരിക്കും നമ്മളുടെ മരണത്തിന് ശേഷമുള്ള അനുഭൂതി എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ വിജയിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന മരണത്തിന് ശേഷം നിങ്ങൾ കാണുന്നത്, നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് നല്ല സൗന്ദര്യമുള്ള സുന്ദരമായ കാഴ്ചകളായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളൊരു പരാജിതനായ, നിങ്ങളൊരു അക്രമിയായ ഒരു മനുഷ്യനാണ് എങ്കിൽ നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന കാഴ്ചകളായിരിക്കും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ശരീരമില്ല. ആ കാഴ്ചകളിൽ നിന്നും പുറത്തു കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരം നമ്മളോടൊപ്പമില്ല, നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബക്കാർ നമ്മളോടൊപ്പമില്ല. അപ്പോൾ വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, മരണം എന്ന് പറയുന്നത് ഒരു സത്യമാണ് എന്ന് നമുക്കറിയാം. 1,50,000 പേരാണ് ഓരോ ദിവസവും ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും ആ പറയുന്ന ലിസ്റ്റിലേക്ക് നമ്മുടെ പേരും ചേർക്കപ്പെടാം. ഇസ്ലാം പറയുന്നത് പോലെയാണ് നമ്മളുടെ മരണമെങ്കിൽ, ഇസ്ലാം പറയുന്നത് പോലെയാണ് മരണത്തിന് ശേഷമുള്ള നമ്മളുടെ കാലദൈർഘ്യമെങ്കിൽ, ഇസ്ലാം പറയുന്നത് പോലെയാണ് നമ്മളുടെ മരണത്തിന് ശേഷമുള്ള അനുഭൂതികളെങ്കിൽ, ഇതിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. എത്ര കണ്ട് നമ്മളതിനെ നിഷേധിച്ചാലും, എത്ര കണ്ട് അത് ഇല്ല എന്ന് പറഞ്ഞാലും ഇതൊരു സത്യമാണെങ്കിൽ ആ സത്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സത്യസന്ധമായ പഠനത്തിലേക്ക് ഈ ഒരു വിഷയം കൂടി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ചിന്തകളിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.